നിങ്ങളുടെ സ്വന്തം പ്രിട്ടിമിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു സിലബസ് മാറിയൊക്കെ ചെയ്തെങ്കിലും നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ വെൽ ക്ലിയർ ആയിട്ട് പഠിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് പ്രോട്ടീൻ രൂപപ്പെടുന്നത്, കാർബോഹൈഡ്രേറ്റ് എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടുപോകുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ടു ലൈഫ് പ്രോസസ് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ഉള്ള ഒരു വൺ ഷോട്ട് റിവിഷൻ വീഡിയോ ആണ്. നമ്മൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. കാരണം ഓരോ ഭാഗത്തിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും ക്വസ്റ്റ്യൻ വരുന്ന രീതികളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാ മക്കളും എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നാണ്. കാരണം ഈ ഒരു പാഠം ഈ ഒറ്റ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വളരെ ഷോർട്ടായിട്ട് തന്നെ വളരെ എന്ത് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓരോ ഭാഗവും അതിൽ ഇമ്പോർട്ടൻസ് വെച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മാത്രമല്ല ഓരോ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, വളരെ ചെറിയ രീതിയിൽ നോട്ടും കൂടെ എഴുതി പോയാൽ വളരെ ക്ലീൻ ചിറ്റായിട്ട് എന്ത് ചെയ്യും ഫസ്റ്റ് ചാപ്റ്റർ പക്ക സെറ്റ് ആക്കിയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ടു ലൈഫ് പ്രോസസ് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന പാഠഭാഗമാണ്. അതിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി അല്ലെങ്കിൽ സെല്ല്, കോശം, ഇതൊക്കെ കോശത്തിനുള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും നമ്മൾ വളരണമെങ്കിലും എല്ലാ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ബാക്കിയുള്ള മെറ്റബോളിക് പ്രോസസ്സുകൾ ഒക്കെ നടക്കണമെങ്കിൽ അവർക്ക് വേണ്ട പ്രധാനപ്പെട്ട ആൾക്കാരാണെന്ത് ഈ പറയുന്ന കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം എന്നിവയെല്ലാം അല്ലേ. അപ്പം നമുക്കറിയാം കോശത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ നടക്കണമെങ്കിൽ ആരൊക്കെ വേണം, ഈ പറയുന്ന എലമെൻറ്റുകളൊക്കെ വേണം. പക്ഷേ ഈ എലമെൻറ്റുകളൊക്കെ ഡയറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണോ? ഓക്സിജനെ നമ്മുടെ ബോഡി എടുക്കുന്നുണ്ട്, കാർബൺ ഡൈഓക്സൈഡ് പുറത്ത് കളയുന്നുണ്ട്. പക്ഷേ അല്ലാതെയും നമ്മുടെ ബോഡിയിൽ കാർബണും ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ എങ്ങനെ എത്തുന്നു, പല രീതിയിലാണ് നമ്മുടെ ഫുഡിലൂടെയും ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇതൊക്കെ എത്തുന്നത് എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ബയോ മോളിക്യൂൾ എന്നാണ്. നമ്മൾ ഈ പാഠഭാഗത്ത് ആദ്യം കാണുന്ന ഒന്നാണ് ബയോടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ്. ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു സെല്ല് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയനെ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ അവിടെയും ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്, ഈ ബയോ മോളിക്യൂൾ വെച്ചിട്ടാണ്. നമ്മുടെയൊക്കെ സെല്ലിൻ്റെ സ്ട്രക്ചറും ഘടനയും ഒക്കെ പഠിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കണം, അതിനുവേണ്ടി ബയോ മോളിക്യൂൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ്, വാട്ട് ഈസ് ബയോ മോളിക്യൂൾ, എന്താണ് ബയോ മോളിക്യൂൾ എന്നാണ്. അപ്പൊ ബയോ മോളിക്യൂൾ നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് അല്ലേ. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഉണ്ടായി ഡെവലപ്പായി വരണമെങ്കിൽ അവിടെ വേണ്ടത് ബേസിക് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ ഇതൊക്കെയാണ്. ഈ പറയുന്ന നമ്മുടെ പറഞ്ഞിട്ടുള്ള ഈ ഓരോ മോളിക്യൂളുകളിലെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോ മോളിക്യൂൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബോഡിയിലുള്ള സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ആയിക്കോട്ടെ, മൈറ്റോകോൺട്രിയ ആയിക്കോട്ടെ, കോശത്തിലുള്ള ഏത് ഭാഗം എടുത്താലും അതെങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ആരാണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡൊക്കെ ചേർന്നിട്ടാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇത് എന്നൊക്കെ. അപ്പം നമുക്ക് ഈ പോഷകങ്ങൾ, ഈ ന്യൂട്രിയൻസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡുമാണ് എന്ത് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവയെ എന്ത് പറയുന്നത്, ബയോ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഒറ്റ ടേക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബയോ മോളിക്യൂൾസിനെ, വിവിധ തരം ബയോ മോളിക്യൂൾസിനെ പഠിക്കാം. ഒന്നാമത്തേതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തേത് ലിപ്പിഡ്, മൂന്നാമത്തേത് പ്രോട്ടീൻ, നാലാമത്തേത് ന്യൂക്ലിക് ആസിഡുകളാണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബ്സ് ആയിട്ട് കഴിക്കുന്നത് എന്തൊക്കെയാണ്, നമ്മൾ ചോറ്, അരിയൊക്കെ കഴിക്കൂലേ. അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് കിട്ടുന്നത് പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകളാണ്. ഏതൊക്കെയാണ് ഈ ഡിഫറെൻറ്റ് കാർബോഹൈഡ്രേറ്റ്, അതിൽ വരുന്നതാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവയെല്ലാം. നമ്മൾ പഴങ്ങൾ കഴിക്കുന്നുണ്ട്, ചോറ്, അരി കഴിക്കുന്നുണ്ട്, ഗോതമ്പ് കഴിക്കുന്നുണ്ട്, അതല്ലാതെ ഇലക്കറികൾ കഴിക്കുന്നുണ്ട്. ഇവയെല്ലാം പല രീതിയിൽ കഴിക്കുമ്പോൾ പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത്. ആ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് എന്നൊക്കെ പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ലിപ്പിഡ്സ്. നമ്മൾ നല്ല രീതിയിലുള്ള മത്തി, മീൻ കഴിക്കുമ്പം എണ്ണയിൽ ഓരോന്ന് വറുത്തെടുക്കുമ്പം ഓയിലൂടെയും ഗീയിലൂടെയും ഒക്കെ നമുക്ക് എന്ത് കിട്ടുന്നു, ഈ പറയുന്ന ലിപ്പിഡ് അല്ലെങ്കിൽ കൊഴുപ്പുകൾ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം കൊഴുപ്പ്, എണ്ണ ഇതൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ലിപ്പിഡുകളാണ്.
മൂന്നാമത്തേത് പ്രോട്ടീൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ജിമ്മിൽ പോകുന്നവരും ജിമ്മന്മാരൊക്കെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നു, പ്രോട്ടീൻ ബാർ കഴിക്കുന്നു, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശ ഫുഡ് ഇതൊക്കെ കഴിക്കും നമ്മൾ അറിയുന്നുണ്ട്. കാരണം എന്താ, നമ്മുടെ നല്ല മസിലും ബോഡിയും ഒക്കെ ഡെവലപ്പ് ആവണമെങ്കിൽ, ഗ്രോത്ത് നടക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ആരാണ്? ഈ പറയുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പം പ്രോട്ടീൻസിൽ തന്നെ നമുക്ക് എൻസൈമുകളുണ്ട്, ആൻറ്റിബോഡീസുകളുണ്ട്, ഹോർമോൺസുകളുണ്ട്. എൻസൈമും ഹോർമോൺ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഇനി 10ാം ക്ലാസ്സിലാണ് അത് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ജേം, ഒരു ബാക്ടീരിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വൈറസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ജേം നമ്മുടെ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ബോഡിയിൽ കയറിയാൽ ആദ്യം അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെതിരെ പ്രവർത്തിക്കുന്ന, നമ്മുടെ ബോഡിയിലെ പ്രതിരോധം കാത്ത് സംരക്ഷിക്കുന്നതാണ് ഈ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പം അവയും എന്താണ്? ഒരു തരത്തിൽ പ്രോട്ടീൻസുകളാണ്. പിന്നെയുള്ളത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡുകളാണ്. ന്യൂക്ലിക് ആസിഡിലാണ് നമ്മുടെ DNA-യും RNA-യും വരുന്നത്. ഈ ന്യൂക്ലിക് ആസിഡിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ന്യൂക്ലിയസിൻ്റെ മർമ്മത്തിൻ്റെ ഉള്ളിലാണ് DNA-യും RNA-യും ഒക്കെ കാണുക. അവരാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഘടനയും എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്ത് ഉണ്ടാക്കുന്നത് ആരാണ്? DNA-യും RNA-യുമാണ്. സോ ഇതാണ് വിവിധ തരത്തിലുള്ള ബയോമോളിക്യൂളുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ബയോമോളിക്യൂൾ നിങ്ങൾ സെറ്റായല്ലോ. ഇനി ഈ ബയോമോളിക്യൂൾസ് എന്താ ചെയ്യുന്നത്? പലതരത്തിലുള്ള മെറ്റബോളിക് ആക്ഷൻസുകളാണ് നടത്തുന്നത്. അപ്പോൾ നമുക്കറിയണം എന്താണ് മെറ്റബോളിസം എന്ന്. നമ്മൾ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ബോഡിയിൽ ഈ വർക്ക് നടക്കണമെങ്കിൽ, നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ശരീരത്തിൻ്റെ ഉള്ളിൽ, സെല്ലിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെ ഓൾ ടുഗദർ നമ്മൾ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് പറയുന്നതാണെന്ത്? മെറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പം മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അനബോളിസവും രണ്ടാമത്തേത് കാറ്റബോളിസവും. ഓക്കെ, മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ അനബോളിസവും കാറ്റബോളിസവും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുക? മെറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പം എന്താണ് മെറ്റബോളിസം? നമുക്കതിൽ അനബോളിസവും കാറ്റബോളിസവും പഠിക്കാം. അനബോളിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി, എന്തിനെങ്കിലും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനബോളിസം എന്ന് പറയുന്നത്. എന്തിനെങ്കിലും ബ്രേക്ക് ഡൗൺ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തിനാണ്? പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിച്ചെടുക്കുന്നതിനെ നമ്മൾ പറയുകയാണ് എന്ത്? കാറ്റാബോളിസം എന്ന്. അപ്പോൾ അത് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടി. അനബോളിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഫോട്ടോസിന്തസിസ് കാണും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നു. എങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർത്തിട്ടാണ് അവർ C6H12O6 എന്ന് പറഞ്ഞ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്ന് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നു. അപ്പം അവിടെ എന്താ ചെയ്യുന്നത്? ചെറിയ ചെറിയ കമ്പോണൻസിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ ഒരു മൊളിക്യൂളിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ? ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനബോളിസം. അവിടെ പ്രകാശ സംശ്ലേഷണത്തിൽ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലവും ചേർത്ത് വെച്ച്, ചെറിയ ചെറിയ മോളിക്യൂളിനെ ചേർത്ത് വെച്ച് എന്ത് ചെയ്യാണ്? വലിയ മോളിക്യൂളാക്കി മാറ്റാണ്. ചെറിയ ചെറിയ സിമ്പിൾ കമ്പോണൻസ് ചേർത്തിട്ട് വലിയ ഒരു സാധനത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നു, കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനാബോളിസം എന്ന് പറയുന്നത്. നേരെ മറിച്ച് കാറ്റ ഉണ്ടാക്കുന്നു, കാറ്റ എന്ത് ചെയ്യുന്നു? തള്ളി തകർക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പം കാറ്റ പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. എന്ത് ചെയ്യുന്നു? പ്രോട്ടീനെ നമ്മൾ വിഘടിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടീൻസ് ഒക്കെ ഇങ്ങനെ ചങ്ങല പോലെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. ഇതിനെ നമ്മൾ ഈ നൂലുകൾ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ബ്രേക്ക് ഡൗൺ ആയി. വലിയൊരു കോമ്പൗണ്ട് ആയിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്യുമ്പം അത് സിമ്പിൾ മോളിക്യൂളായി മാറുന്നു. അപ്പം പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. അവിടെ പ്രോട്ടീൻ ബ്രേക്സ് ഡൗൺ ഇൻ ടു അമിനോ ആസിഡ്. അതാണ് കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, വലിയ ഒരു മോളിക്യൂളായിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ മോളിക്യൂളാക്കി മാറ്റുന്നു. അവിടെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അത് കാറ്റബോളിസമാണ്. സോ അനബോളിസം പ്ലസ് കാറ്റബോളിസം, അനബോളിസവും കാറ്റബോളിസവും കൂടെ ചേർന്നിട്ട് മൊത്തത്തിൽ നടക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാബോളിസം എന്ന് പറയുന്നത്. അനബോളിസത്തിന്റെ എക്സാമ്പിളാണിത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. അതാണ്. പിന്നെ കാറ്റബോളിസം നമ്മൾ പറഞ്ഞു, പ്രോട്ടീൻ ഇതുപോലെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ട് എങ്കിൽ നമ്മൾ
എപ്പോഴും ചിന്തിക്കും ഇങ്ങനെ കേട്ടു, ഞാൻ പഠിച്ചു, ഓക്കെ, എന്നാൽ ഇനി എനിക്ക് ഇതിൽ നിന്ന് എന്തോ ഒരു ചെറിയ കാര്യം മിസ്സായിട്ടുണ്ട്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കൂ അല്ലേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നിഞ്ച ബാച്ച് ഉള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡെയിലി ലൈവ് ക്ലാസ്സസ് വരുന്നത്, ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ്. അതിനുശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ലൈവ് പോലെ ഡിസ്കഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കേട്ട് പഠിക്കാനാണെങ്കിൽ റെക്കോർഡഡ് വീഡിയോസുകളുണ്ട്, റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്. അതല്ലാതെയോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആപ്പിലൂടെ ഡൗട്ട് ചോദിച്ചാൽ അതിന് ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഓരോ തവണ എക്സാംസിലൂടെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നു, അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വെക്കുന്നു. അങ്ങനെ ആ ചാപ്റ്റർ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുകയും സിലബസ് മാറിയത് കൊണ്ട് തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കാം, ഇനി ഈവൻ തോ ബാക്കിയുള്ള എക്സാംസിനൊക്കെ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന നോട്ട്സും സ്ലൈഡ്സും ഒക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരും. അപ്പം പല തവണ മോഡൽ എക്സാം ഒക്കെ നടത്തുന്നതിലൂടെ വെൽ ക്ലിയർ ആയി കോൺസെപ്റ്റ് പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആവുകയും ചെയ്യും. നല്ല രീതിയിൽ എക്സാം എഴുതാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. സോ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ നിഞ്ച ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വെറും 2,999 ആണ് 1 ഇയറിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു വർഷത്തേക്കാണ് നമ്മൾ ഈ ഒരു പൈസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് തുടങ്ങണോ വേണ്ടിയോ എന്ന് മടിച്ച് നിൽക്കുന്നവർ ഒരു ഡൗട്ടും ആലോചിക്കാതെ നേരെ നമ്മുടെ ബാച്ചിലേക്ക് പോരുക. അവിടെ നമ്മൾ സൂപ്പർ കൂളായിട്ട് ക്ലാസ് എടുക്കും. സെക്കൻഡ് ചാപ്റ്റർ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ സമയം വൈകിട്ടില്ല, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ എല്ലാ മക്കളും നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, യെസ്, അപ്പം നമുക്ക് തീർച്ചയായിട്ടും അവിടെ കാണണം. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താണ് എന്ന് നോക്കാം. എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്? എൻസൈം അല്ലേ? നമ്മൾ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ പ്രോട്ടീനിൽ തന്നെ ഒരു ടൈപ്പ് വരുന്നതാണ് എന്ത്? എൻസൈമുകൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം എൻസൈംസ് ആർ മോളിക്യൂൾസ്. എൻസൈംസ് ആർ മോളിക്യൂൾസ്. എന്താണ് ഈ എൻസൈം എന്ന് പറയുമ്പോൾ? എൻസൈംസ് എന്ന് പറയുമ്പോൾ ദേ ആർ മോളിക്യൂൾസ് ഹാവ് സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ പറഞ്ഞു മെറ്റബോളിസം നടക്കുന്നുണ്ട്, അനബോളിസം കാറ്റബോളിസം ഒക്കെ നടക്കുന്നുണ്ട്. ഈ റിയാക്ഷനെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി, എല്ലാം പെട്ടെന്ന് ഷട്ടപ്പ് പൊട്ടയെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എൻസൈംസ് യൂസ് ചെയ്യുന്നത്. ഇവർ ചെറിയൊരു കെമിക്കൽ പ്രോട്ടീൻ സബ്സ്റ്റൻസുകളാണ്. അപ്പം നമ്മുടെ സലൈവറി അമൈലേസ്, നമ്മുടെ തുപ്പൽ ഉമിനീരിലുള്ള സലൈവറി അമൈലേസ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിൻ, ഇവയൊക്കെ എന്താണ്? നമ്മുടെ എൻസൈമുകളാണ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മാൽട്ടോസ് എന്ന രൂപത്തിലേക്ക് ആക്കുന്നുണ്ട്. അപ്പം അതിനെ മാറ്റുന്ന സമയത്ത് ആ ഒരു റിയാക്ഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്ന എൻസൈമാണെന്ത്? സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾ കോശങ്ങളിൽ നടക്കുമ്പോൾ അതിനെ സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? നമ്മുടെ എൻസൈമുകൾ ഉള്ളത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇത് ഹോർമോൺസ്. ഇവരും എന്താണ്? കെമിക്കൽ മോളിക്യൂൾസ് ആണ്. പക്ഷെ ഇവരുടെ പ്രവർത്തനം എന്താ? ശരീരത്തിലെ ഏത് പ്രവർത്തനം നടക്കുമ്പോൾ ഓക്കെ അത് അവിടെ ഇങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ വേഗം അവിടെ പോവുക, അവിടെ ഇങ്ങനെ, അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നു. ബ്രെയിൻ പറയുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മുടെ വളർച്ച, നമ്മുടെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ശാരീരിക മാറ്റങ്ങൾ, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ സെക്സ് ഹോർമോൺസുകളായിട്ട് ഒരു ശരീരവും അവരുടേതായ രീതിയിൽ വളരാൻ, ഒരു പെൺകുട്ടി സ്ത്രീയായി മാറാൻ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പുരുഷനായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ വരുന്ന മാറ്റം, ഗ്രോത്ത് ഹോർമോൺസുകളുണ്ട്. അതല്ലാതെ നിങ്ങളുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി സെക്സ് ഹോർമോൺസുകളുണ്ട്. ഇനി അതല്ലാതെ നിങ്ങളുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ, കാൽഷ്യം കൺട്രോൾ ചെയ്യാൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസുകളുണ്ട്. അപ്പം ജീവികളിൽ മെറ്റബോളിസത്തിന് ആവശ്യമായ ഘടകങ്ങൾ നമ്മുടെ കോശത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കപ്പെടുന്നതാണ് എന്ത്? എൻസൈംസും ഹോർമോൺസും എന്ന് പറയുന്നത്. യെസ്, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് അല്ലേ? ശരീരത്തിനുള്ളിൽ എൻസൈംസ്, ഹോർമോൺസ്, അല്ലാതെ കുറച്ച് ന്യൂക്ലിക് ആസിഡ്, DNA, RNA ഒക്കെ ഉണ്ട്. അല്ലാതെ പുറമേന്ന് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ് എന്ത്? ഈ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ജലം, സോൾട്ട്, ലവണങ്ങൾ, ന്യൂട്രിയൻസ്, പോഷകങ്ങളൊക്കെ. പക്ഷെ ഇവരെങ്ങനെയാണ് എത്തുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. അതല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ പ്ലാന്റ്സിന് കിട്ടും? പല രീതിയിലാണ് നമ്മൾ ഈ പ്രോസസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും, ഈവൻ ദോ ഇതാ യൂണിസെല്ലുലാർ ആനിമൽസ് ആയിട്ടുള്ള നമ്മുടെ അമീബ ആണെങ്കിൽ കൂടെ ഇവരെങ്ങനെയാണ് ഈ പുറത്തുനിന്ന് സാധനങ്ങളെ അകത്തേക്ക് എടുക്കുന്നത്? അമീബ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിസെല്ലുലാർ ആണ്, ഒരൊറ്റ കോശമേ ഉള്ളൂ. അതുകൊണ്ട് നേരിട്ട് ഇവരുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ഇവരുടെ കോശസ്തരം വഴി ഇവർക്ക് എന്ത് ചെയ്യാം?
നേരിട്ട് സാധനങ്ങളെ അകത്തേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ സെല്ലിന്റെ പുറത്തുള്ളതാണ്. അതാണ് ബാഹ്യ പരിസ്ഥിതി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ആനിമൽസിന്റെ കേസിലാണെങ്കിലോ, ആനിമൽസിന്റെ കേസിൽ നമുക്കൊരു സെല്ലുണ്ട്. ഈ സെല്ലിന്റെ പുറത്താണ് എന്ത്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അതാണ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. കാരണം നമുക്ക് മൾട്ടി സെല്ലുലാറാണ്. അമീബിനെ പോലെ ഒറ്റ സെല്ലൊരു ജീവിയല്ല, കുറേ കോശങ്ങളുണ്ട്. അപ്പോൾ ആ കോശത്തിന് ചുറ്റുമുള്ള ആ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണെന്ത്? അവരുടെ ഈ പറയുന്ന ബാഹ്യ പരിസ്ഥിതി, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് നമ്മൾ പറയുന്നത് കോശങ്ങൾക്കിടയിലുള്ള ദ്രവത്തെയാണ്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഇന്റേണൽ എൻവയോൺമെന്റും. ഇനി പ്ലാന്റ്സിലും ഇതുപോലെ തന്നെ എന്തുണ്ട്? അവർക്കും ഇന്റർസെല്ലുലാർ സ്പേസസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പ്ലാന്റ്സിൽ ഇവരെങ്ങനെയാണ് ഈ സാധനങ്ങളെ അകത്തേക്ക് കിടത്തുന്നതെന്ന് അറിയണ്ടേ? അതിനൊന്നാമത്തെ പോയിന്റ് ആണ് ത്രൂ ദ സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇടയിലൂടെ എന്ത് ചെയ്യാം? സാധനങ്ങളെ കൈമാറ്റം ചെയ്യാം. രണ്ടാമത്തേത് തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന കോശദ്രവ്യപാതയിലൂടെ. പ്ലാസ്മോഡെസ്മാറ്റ വഴി എന്ത് ചെയ്യാം? അടുത്തടുത്ത സെല്ലുകൾ കണക്ട് ചെയ്തിട്ടും പോകാൻ പറ്റും. ഓക്കെ, ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെമ്പറിൻ. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പ്ലാസ്മ സ്ഥലത്തിലൂടെയും സാധനങ്ങളെ കൈമാറ്റം ചെയ്യാൻ പറ്റും. അപ്പം ഇവയിലൂടെ ഈ ഒരു രീതിയിലാണ് പ്ലാസ്മോഡെസ്മാറ്റ ഓർത്ത് വെക്കുക. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളിൽ സാധനങ്ങൾ പുറത്തു നിന്നും കോശത്തിന്റെ അകത്തേക്ക് കടക്കുന്നതെന്ന് ആലോചിച്ച് വെക്കാം. അപ്പം ഇതെന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഇനി ഇതേപോലെ തന്നെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതി ഉണ്ട്. പ്ലാന്റ്സിൽ നമുക്കറിയാം സെൽ വോൾ ആൻഡ് കമ്പോണൻസ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് സാക്സ് ബിറ്റ്വീൻ ദ സെൽ. കോശങ്ങൾക്കിടയിലുമുള്ള കോശഭിത്തി, അതിനിടയിലുള്ള ഘടകങ്ങളൊക്കെയാണ് അവരുടെ ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. ആനിമൽസ് അല്ലെങ്കിൽ ജന്തുക്കൾ എടുക്കുമ്പോഴോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവമാണെന്ത്? അവരുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുക. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും കറക്റ്റ് മിനിമം, നോർമൽ, ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം അസിഡിറ്റി, ഒപ്റ്റിമം pH, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം നോർമലായിട്ട് കൊണ്ടുപോവുക. എന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിസം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യൂ. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ സമസ്ഥിതി പാലനം നടക്കപ്പെടണമെന്നും പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സെൽ മെംബ്രെയിൻ, പദാർത്ഥ വിനിമയം കോശസ്തരത്തിലൂടെ. നിങ്ങൾ ഓൾറെഡി കണ്ടു എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സാധനങ്ങൾ എത്തുന്നത്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്, അകത്തേക്ക് കയറണം. പക്ഷേ ശരീരത്തിനുള്ളിൽ പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. പല പ്രക്രിയകളിലൂടെയാണ് ഈ പുറമേ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ എത്തുന്നത്, സോൾട്ട്, ലവണങ്ങൾ എത്തുന്നത്, നമ്മൾ കഴിക്കുന്ന പോഷക ഘടകങ്ങൾ എത്തുന്നത്. അതിന് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് പ്രക്രിയകളാണ്. ഒന്നാമത്തേതാണെന്ത്? നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ ആന്തര പരിസ്ഥിതി, ഇന്റേണൽ എൻവയോൺമെന്റ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സെൽ മെംബ്രെയിനിലേക്ക് പോകണം അല്ലേ? നമുക്കറിയാം നമ്മുടെ സെല്ലിന്റെ കവർ ചെയ്ത് അല്ലെങ്കിൽ സെല്ലിന് ചുറ്റുമായിട്ട് സെൽ മെംബ്രെയിൻ, കോശസ്തരമുണ്ട്. ഈ കോശസ്തരം എന്ന് പറയുന്നത് പ്രോട്ടീനും ലിപ്പിഡും ഒക്കെ ചേർന്നിട്ടാണ്. അതിൻ്റെ ഉള്ളിലൂടെ വേണം എന്ത് ചെയ്യാൻ? നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അകത്ത് കിടക്കാൻ. അപ്പം ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയാം പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മയുടെ ചുറ്റുമായിട്ട് കാണുന്ന അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിന് ചുറ്റുമായിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്ലാസ്മ സ്തരം എന്ന് പറയുന്നത്. ഈ പ്ലാസ്മ സ്തരം എന്ന് പറയുന്നത് ഇതുപോലെ ലിപ്പിഡും പ്രോട്ടീനുകളും ഒക്കെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ പ്രോട്ടീനും ലിപ്പിഡിൻ്റെയും ഇടയിൽ കൂടെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടണം. അതുകൊണ്ട് നമുക്ക് ഇവരെ എന്ത് വിളിക്കാം? സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? വർണ്ണതാരി സ്തരം എന്ന് വിളിക്കാം. കാരണം മറ്റൊന്നുമല്ല, ഇവർ വേണ്ട സാധനങ്ങളെ മാത്രമേ കടത്താനാവൂ. എല്ലാത്തിനെയും എളുപ്പത്തിൽ കടത്താനാവില്ല. എല്ലാ പദാർത്ഥങ്ങളെയും എന്ത് ചെയ്യും? പറ്റുന്നതൊക്കെ കടത്തും, അല്ലാത്തതിനെ സെലക്ട് ചെയ്ത് തീരുമാനമെടുത്ത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കി പ്രത്യേകം ചാനലുകളിലൂടെയും സുഷിരങ്ങളിലൂടെയൊക്കെയാണ് കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് പ്ലാസ്മ സ്തരത്തെ നമ്മൾ വർണ്ണധാരി സ്തരം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ പറയുന്ന പല പ്രക്രിയകളിലൂടെ ഒന്നാമത് നമ്മൾ കാണുന്നതാണെന്ത്? നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുതൽ ഗാഢതയുള്ളതിൽ നിന്ന് കുറഞ്ഞ ഗാഢതയുള്ളിടത്തേക്ക് പോകുന്നു. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യുന്നു? ഏറ്റവും കൂടുതലായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാകും.
ഏറ്റവും കൂടുതലായിരുന്നു ഇവിടെ, അവിടെ നിന്ന് കുറഞ്ഞിടത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് ട്രാൻസ്ഫർ ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കോശത്തിൽ നിന്ന് ബ്ലഡിലേക്കും ബ്ലഡിൽ നിന്ന് കോശത്തിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സിലൂടെയാണ്. ഇതേപോലെ തന്നെ ജലതന്മാത്രകളാണ് കടക്കുന്നത് എങ്കിൽ, എന്താണ്, ജലതന്മാത്രകളാണ് കടക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണെന്ത്, ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയും. കാരണം ഇവിടെ എന്താണ്, വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജലതന്മാത്രകളുടെ ചലനമാണ്. എന്തൊക്കെയാണ്, ജലതന്മാത്രകളുടെ ചലനമാണ് ഇവിടെ നടക്കുന്നത്. വാട്ടർ മോളിക്യൂൾസ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എങ്ങനെ, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. കൂടുതൽ ഗാഢതയുള്ളിടത്തിൽ നിന്നും കുറഞ്ഞ ഗാഢതയുള്ളിടത്തേക്കാണ് ഇത് പോകുന്നത്. അതാണ് ഓസ്മോസിസ്. ഇവിടെ വാട്ടറിന്റെ ട്രാൻസ്ഫർ ആണ്. ഇപ്പൊ 2 കേസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒന്ന് എക്സോസ്മോസിസും ഒന്ന് എൻഡോസ്മോസിസും. എക്സോസ്മോസിസും എൻഡോസ്മോസിസും. ഓക്കെ, എക്സോസ്മോസിസ് പുറത്ത് എന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു സെല്ല് എടുത്തിട്ട് വെള്ളത്തിലിടുമ്പം സെല്ലിൻ്റെ ഉള്ളിലെ തന്നെ വെള്ളം എന്ത് ചെയ്യും, ഈ പറയുന്ന നോർമൽ ഉപ്പ് ലൈനിലേക്ക് പോകും. നമ്മളിപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ എടുക്കാമെന്ന് വിചാരിക്കും. സോൾട്ട് സൊല്യൂഷൻ എടുക്കുമ്പം ആ സോൾട്ട് സൊല്യൂഷൻ കൂടുതലുള്ളത് സോൾട്ടാണ്, സൊല്യൂട്ടാണ്. അപ്പം വെള്ളം എന്താണ് അവിടെ കുറവാണ്. നേരെ മറിച്ച് നമ്മളൊരു പ്ലാന്റിന്റെ ലീഫ് എടുത്തിടുമ്പോൾ ആ ലീഫിലുള്ള വെള്ളം കൂടെ സോൾട്ട് സൊല്യൂഷനിലേക്ക് പോകും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, എക്സോസ്മോസിസ്. കോശത്തിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്നു, ഹയർ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ പോകുന്നു. അതാണ് എക്സോസ്മോസിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എൻഡോസ്മോസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഓർത്താൽ മതി, ഉണക്കമുന്തിരി ഓർത്താൽ മതി. ഈ പറയുന്ന ഡ്രൈഡ് ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പം അത് വീർക്കാനുള്ള കാര്യം എന്താ, വെള്ളത്തിലുണ്ടായിരുന്ന ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്ന് ആ വാട്ടർ എന്ത് ചെയ്യാണ്, നമ്മുടെ ഉണക്കമുന്തിരിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്, കോശത്തിന്റെ അകത്തേക്ക് കയറുകയാണ്. അകത്തോട്ട് കയറുന്നതോടെ നമ്മൾ അതിന് എൻഡോസ്മോസിസും പുറത്തോട്ട് പോകുന്നതിന് എക്സോസ്മോസിസ് എന്ന് പറയുന്നു. എക്സോസ്മോസിസ് നിങ്ങൾ ആലോചിക്കാൻ എന്ത് ചെയ്യാം, ഉപ്പിലിട്ട മാങ്ങ ഓർത്താൽ മതി. ഉപ്പിലിട്ട മാങ്ങ ആലോചിക്കുക. എൻഡോസ്മോസിസ് നടക്കാൻ ഉണക്കമുന്തിരി ആലോചിച്ചാൽ മതി. അപ്പോൾ അത് രണ്ടും കൂടെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സോസ്മോസിസും എൻഡോസ്മോസിസും പഠിക്കാം. ഇതാണ് ഓസ്മോസിസ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് എന്ത്, ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിപ്പം ഓസ്മോസിന്റെ ആണ്. നമ്മൾ വാട്ടറിൽ നിന്ന് കൂടുതൽ ലോ കോൺസെൻട്രേഷൻ പോകുന്നത്. റോസ് കളറിലാണ് വാട്ടർ മോളിക്യൂൾ കാണിക്കുന്നത്. അപ്പം ഇതിന്റെ ആ ഒരു ട്രാൻസ്ഫർ ആണ് ഓസ്മോസിസ് പറയുന്നത്. അതേപോലെ തന്നെ വരുന്നതാണ് എന്ത്, നമ്മുടെ ഡിഫ്യൂഷൻ. ഓക്സിജൻ എന്ത് ചെയ്യുന്നു, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിൽ പോകുന്നു. അങ്ങനെ അത് ബാലൻസ് ചെയ്യുന്നു. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഹോമിയോസ്റ്റാസിസ് കറക്റ്റ് ആയിട്ട് പോകുന്നത്. സോ ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ് എന്ത്, ഓക്സിജൻ തന്മാത്രകളുടെ ചലനം. ഇതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ചലിക്കുന്നത്. മൂന്നാമത്തെ ഒരു പ്രക്രിയയാണ് എന്ത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു, അതിൽ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് എന്ന ടേം വരുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു അവിടെ എന്ത് വേണം, ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ചാനൽ ആവശ്യമുണ്ട് എന്ന് ആലോചിക്കുക. അതായത് ഇവിടെ കരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻ വേണം. ഇവിടെ കണ്ടോ, ഈ പ്രോട്ടീനുകളിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അയോണുകളും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സോ എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. ഇവിടെ എനർജി ആവശ്യമില്ല, ഊർജ്ജം ഒന്നും വേണ്ട. പക്ഷെ ആര് മാത്രം മതി, നമ്മുടെ ഈ പറയുന്ന ചാനൽ പ്രോട്ടീൻ അല്ലെങ്കിൽ കരിയർ പ്രോട്ടീൻ മതി. വാഹക പ്രോട്ടീൻ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻ വഴി അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് കൂടിയ ഗാഢതയിൽ നിന്നും കുറഞ്ഞ ഗാഢതയിലേക്ക് പോകുന്നു. ഊർജം ആവശ്യമില്ല. ക്ലിയർ, ഊർജം ആവശ്യമില്ല. ഫെസിലിറ്റേറ്റഡ് അവർ ചാനൽ പ്രോട്ടീൻ അല്ലെങ്കിൽ വാഹക പ്രോട്ടീൻ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. നാലാമത് നമ്മൾ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ കുറഞ്ഞിടത്ത് നിന്ന് കൂടിയതിലേക്കാണ് പോകുന്നതെന്ന് ആലോചിക്കുക. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്താ സംഭവിക്കുന്നത്, കാണിച്ചു തരാവേ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് പോകുന്നത്. കുറഞ്ഞ ഗാഢതയിൽ നിന്ന്
കൂടിയ ഗാഢതയിലേക്കാണ് പോകുന്നത്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് ഇവിടെ എന്ത് വേണം? ചാനൽ പ്രോട്ടീൻ ആവശ്യമാണ് അല്ലെ? ചാനൽ പ്രോട്ടീൻ ആവശ്യമാണ്. മൂന്നാമത്തതോ എനർജി റിക്വയർഡ്, ഊർജം ആവശ്യമാണ്. ഓക്കെ, അപ്പം എന്ത് വേണം ഇവിടെ? ഇവിടെ പ്രോട്ടീൻ ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം? ഇവിടെ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന പ്രോട്ടീൻ ആവശ്യമാണ്. കരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ വാഹക പ്രോട്ടീൻ ആണ്. വാഹക പ്രോട്ടീൻ, കരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ വാഹക പ്രോട്ടീൻ വേണം. ഊർജം ആവശ്യമാണ്, അതായത് ATP ആവശ്യമാണ്. ATP ആവശ്യമാണ്. ലോ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ, കുറഞ്ഞ ഗാഢതയിൽ നിന്നും കൂടിയ ഗാഢതയിലേക്കാണ് പോകുന്നത്. കുറഞ്ഞതിൽ നിന്ന് കൂടുതലേക്ക് പോകാനാണ് അവിടെ എനർജി വേണമെന്ന് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ ആക്റ്റീവായിട്ട് എനർജി വെച്ച് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഈ പ്രക്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്പോർട്ട് ഒക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം ഇതിൻ്റെ എല്ലാ വ്യത്യാസങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കണേ. ഓക്കെ, യെസ്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മൾ ആനിമൽസിലും എല്ലാ പ്ലാന്റ്സിലും ഓർഗാനിസത്തിലും ഒക്കെ ഈ പറയുന്ന മോളിക്യൂൾസ് എങ്ങനെ എത്തുന്നു, മെറ്റബോളിസം നടക്കാൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പല മെറ്റബോളിക് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റബോളിക് പ്രോസസ്സാണ് പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മെറ്റബോളിക് പ്രോസസ്സാണ്. കാരണം പ്ലാന്റ്സിൽ ഇത് നടന്നാൽ മാത്രമേ നമുക്ക് കൂടി ആവശ്യമായിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലോറോപ്ലാസ്റ്റ് എന്താണെന്നാണ്. കാരണം നിങ്ങൾക്കറിയാം, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അല്ലേ, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്കറിയാം. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം വേണം, വേണ്ടേ? പിന്നെ എന്ത് വേണം? വാട്ടർ വേണം. അതുപോലെ തന്നെ എന്ത് വേണം? ക്ലോറോഫിൽ. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്കറിയാം. പുറത്തുനിന്ന് അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. സൺലൈറ്റും കിട്ടും, വാട്ടർ റൂട്ട് വഴി അബ്സോർബും ചെയ്യും. ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ബാഹ്യസ്തരവുമുണ്ട്, ആന്തരസ്തരവുമുണ്ട്. അതായത് ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട് അല്ലേ? യെസ്, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഫ്ലൂയിഡ്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് ആയിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട് ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലായിട്ട്. ആ ഫ്ലൂയിഡിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്ട്രോമ എന്ന് പറയുന്നത്. എന്താണ്? സ്ട്രോമ എന്ന് നമ്മൾ പറയുന്നത്. ഈ സ്ട്രോമയിൽ തന്നെ ചെറിയ ചെറിയ മെംബ്രെയിൻ സാക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, മെംബ്രെയിൻ സാക്കുകൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ മെംബ്രെയിൻ സാക്കിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. എന്താണ്? തൈലക്കോയിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഓരോ മെംബ്രെയിൻ സാക്കാണെന്ത്? തൈലക്കോയിഡ്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുക എന്താണ്? ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുക ഗ്രാന എന്നാണ്. ക്ലിയർ ആയോ? ഗ്രാന എന്നാണ് പറയാ. പിന്നെ നിങ്ങൾ ഇവിടെ കണ്ടു, ഓരോ ഗ്രാനകളെയും കണക്ട് ചെയ്യുന്ന ഒരു പാലം ഉണ്ടല്ലേ, അതിനെയാണ് നമ്മൾ സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നത്. എന്താ മക്കളെ? സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ ഒരു ഘടന നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോട്ടോസിന്തസിസ് പഠിക്കാൻ പറ്റും. നമ്മുടെ ഇലകളിൽ ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റ് കാണാം. ഈ ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ്? മീസോഫിൽ ടിഷ്യൂസിലാണുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയുള്ളത്. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഗ്രാന, അതുപോലെ സ്ട്രോമ ലാമെല്ല ഒക്കെ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്.
ഫോട്ടോസിന്തസിസ് 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഒന്ന് ലൈറ്റ് ഫേസ്, 2 ഡാർക്ക് ഫേസ്, പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം എന്ന നിലയിൽ. അപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിയാൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിലെ ഈ ഒരു ഘട്ടത്തെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം സൺലൈറ്റ്, സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നു. ആര്? നമ്മുടെ ക്ലോറോഫിൽ. നമ്മുടെ തൈലക്കോടിന്റെ ഉള്ളിലുള്ള ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ, സൺലൈറ്റിനെ ആഗിരണം ചെയ്യുന്നു. ആ സൂര്യപ്രകാശത്തെ ഗ്രാനയിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടം നടക്കുന്നത്. ആ സൂര്യപ്രകാശം എത്തുമ്പോൾ അവിടെയുള്ള വെള്ളം, ജലം വിഘടിക്കുന്നു. ആ ജലം വിഘടിച്ച് ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു. ഹൈഡ്രജൻ അയോണിനെ നമുക്ക് കിട്ടുന്നു. ഇവിടെ നിന്നുള്ള ഹൈഡ്രജൻ അയോൺ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? ATP, എനർജിയും കൂടെ ഉണ്ടാവുന്നുണ്ട്. വെള്ളം വിഘടിക്കുന്നു, ജലം വിഘടിക്കുമ്പം വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവുന്നു. അവിടെ ATPയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹൈഡ്രജനും ATP എന്ത് ചെയ്യുന്നു? സ്ട്രോമയിലേക്ക് കിടക്കുന്നു. അവിടെയാണ് നമ്മുടെ ഡാർക്ക് ഫേസ് നടക്കുന്നത്, നമ്മുടെ ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ ഇരുണ്ട ഘട്ടം നടക്കുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഹൈഡ്രജനും പിന്നെയുള്ള നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത്. അത് സ്ട്രോമയിൽ വെച്ചിട്ടാണ്. അത് ഉണ്ടാക്കാൻ അവർ ATP യൂട്ടിലൈസ് ചെയ്യുന്ന എനർജി ഉപയോഗിക്കുന്നു. ഇതാണ് എന്താ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് ഈ ടേബിളിൽ നിന്ന് പഠിക്കാം. ഒന്ന് ഗ്രാനയിൽ, മറ്റേത് സ്ട്രോമയിലാണ്. ലൈറ്റ് ഫേസിൽ പ്രകാശം വേണം, ഡാർക്ക് ഫേസിൽ പ്രകാശം വേണ്ട. ജലം വിഘടിക്കുന്ന പ്രകാശഘട്ടത്തിലാണ്, അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇരുണ്ട ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഊർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അറിയാ, ഇതാണ് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിലെ ഡാർക്ക് ഫേസിലെ ഘട്ടങ്ങൾ കണ്ടുപിടിച്ചത് നമ്മുടെ മെൽവിൻ കാൽവിൻ ആണ് എന്നും കൂടെ ഓർത്തു വെക്കാം. മെൽവിൻ കാൽവിൻ. ഇനി കാർബോഹൈഡ്രേറ്റ് നിന്ന് നമുക്ക് ഈ പറഞ്ഞ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കിയെടുത്തു ഇല്ലേ? ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്നു. ഫോട്ടോസിന്തസിസ് നടന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഗ്ലൂക്കോസ് കിട്ടി. ഇനി ഈ ഗ്ലൂക്കോസ് നടന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ആദ്യം 6CO2 + 6H2O ഗവ്സ്. അവിടെ ആരൊക്കെ വേണം? സൺലൈറ്റ് വേണം, അല്ലെങ്കിൽ സൂര്യപ്രകാശം വേണം. പിന്നെ ഇവിടെ എന്ത് വേണം? ക്ലോറോഫില്ല് വേണം, വേണ്ടേ? യെസ്. എന്നിട്ട് നമുക്ക് C6H12O6 + 6O2. ഇതാണ് ഫോട്ടോസിന്തസിസിന്റെ റിയാക്ഷൻ. അപ്പൊ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതോടുകൂടെ നമുക്ക് എന്ത് കിട്ടി? ഗ്ലൂക്കോസിനെ നമുക്ക് കിട്ടി. പക്ഷേ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗ്ലൂക്കോസിനെ നമ്മൾ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? സ്റ്റാർച്ച് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അന്നജമാക്കി മാറ്റുന്നു. ആ അന്നജമാക്കിയിട്ടാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്റ്റാർച്ച് ആയിട്ടാണ് അല്ലെങ്കിൽ അന്നജമാക്കിയാണ് അവരത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഇങ്ങനെ സ്റ്റാർച്ച് ആക്കി മാറ്റിയാലും അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം നടത്തി ഗ്ലൂക്കോസിനെ അന്നജമാക്കി സൂക്രോസ് ആക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് അവരെന്തുണ്ടാക്കുന്നു? പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു, ഫാറ്റ്സ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് ഫ്രക്ടോസ്, അതുപോലെ സൂക്രോസ്, ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ലിപ്പിഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നാണ് അവർ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ, കൊഴുപ്പ്, എണ്ണ, ഫ്രക്ടോസ്, സൂക്രോസ് എന്നിങ്ങനെ പല പല മാറ്റങ്ങളാക്കി, വിറ്റാമിനുകളൊക്കെ ആക്കിയിട്ട് മാറ്റുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പഴങ്ങളായിട്ടും പച്ചക്കറിയായിട്ടും ഇലകളായിട്ടും ഒക്കെ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? പ്രകാശം സംശ്ലേഷണം നടത്തി ഗ്ലൂക്കോസ് അന്നജമായിട്ട് ഉപയോഗിക്കുന്നു. അതിനെ വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള കടല, അരി, ചോറ് എന്നിങ്ങനെ മാറ്റം വരുത്തി നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പം ഈ രീതിയിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നത്. ക്ലിയർ ആയോ? മാറ്റങ്ങൾ നടക്കുന്നത്. അപ്പോൾ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്ത്?
ഈ ഗ്ലൂക്കോസിൽ നിന്ന് വിവിധ പോഷകങ്ങളെ പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഗ്ലൂക്കോസ് സൊല്യൂബിൾ ആയതുകൊണ്ടാണ് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള പെട്ടെന്ന് ലയിച്ച് പോവാത്ത സ്റ്റാർച്ച് ആക്കി മാറ്റുന്നത്. അതിൽ നിന്ന് എന്ത് കിട്ടുന്നു? നമുക്ക് ഫ്രക്ടോസും പഴങ്ങളും സൂക്രോസ് കരിമ്പിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ മാറ്റങ്ങളാക്കി നമുക്ക് കിട്ടുന്നു. പിന്നെ അവിടുന്ന് ഫാറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻ എന്നിങ്ങനെ പല രൂപങ്ങളാക്കി മാറ്റാണ്. ആ രീതിയിലാണ് നമുക്ക് എണ്ണയും കൊഴുപ്പും പ്രോട്ടീനും വിറ്റാമിനുകളും ഒക്കെ പല രീതിയിലുള്ള ഈ നമ്മൾ ഈ പറയുന്ന പൾസസ്, ഗ്രാമുകളും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ മാറ്റിയെടുത്തിട്ടാണ് പ്ലാന്റ്സ് പല രീതിയിൽ ഈ സാധനത്തെ നമുക്ക് തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ആ ഒരു ഓർഡർ ക്ലിയർ ആയല്ലോ. അപ്പോൾ സസ്യങ്ങൾ പോഷകങ്ങളെ നമുക്ക് തരുന്നത് പല രീതിയിലാണ്. ഈ സസ്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ആരുള്ളത്? പിന്നെയുള്ള കാർണിവോഴ്സ് അല്ലെ, നമ്മുടെ കൺസ്യൂമേഴ്സ്. കാരണം പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ഫുഡ് ഉണ്ടാക്കുന്നു. അവരെ കഴിക്കുന്ന ഹെർബിവോഴ്സ് ഉണ്ട്, സസ്യപോഷികളുണ്ട്. സസ്യാഹാരികൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മാനും പശുവും ഒക്കെ അവരെ തിന്നുന്നു. അവരെ പിന്നെ മറ്റു മൃഗങ്ങൾ തിന്നുന്നു. അതിൽ നിന്ന് നമ്മൾ കഴിക്കുന്നു. ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിനെ, ഓട്ടോട്രോപ്സിനെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേരിട്ടോ അല്ലാതെയോ നമ്മൾ എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ മെറ്റബോളിസത്തിലൂടെ ഉണ്ടാക്കുന്ന പോഷകങ്ങളെ ആഹാരത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഒരു ഫുഡ് ചെയിൻ പോലെ നടന്നിട്ടാണ് നമുക്കത് കിട്ടുന്നത്. ഇനി സസ്യങ്ങളെ പോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓഷ്യൻ, സമുദ്രവും ഒരു വലിയ വിസ്മയമാണ്. സമുദ്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ചെറിയ ചെറിയ സസ്യങ്ങളെ അല്ലേ. നിങ്ങൾ കാണുന്നുള്ള ആൽഗകളൊക്കെ ഉണ്ട്. സസ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തി നമുക്ക് വേണ്ട ഓക്സിജൻ തരുന്നത് സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽഗകളാണ്. എന്താണ്? ആൽഗ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയാം. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ സസ്യപ്ലവകങ്ങൾ. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് നമുക്ക് ഫോട്ടോസിന്തസിസ് നടത്തി നമ്മുടെ സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് വേണ്ട ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം സസ്യത്തിൻ്റെ മേലെ നിന്ന് താഴോട്ട് പോകുമ്പോൾ മേലെ സൺലൈറ്റ് ഒക്കെ കിട്ടും. താഴോട്ട് വരുമ്പം ഈ സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ അളവ് മാറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പല പല സോണുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ യൂഫോട്ടിക് സോൺ, ഡൈസ്ഫോട്ടിക് സോൺ, അതുപോലെ എഫോട്ടിക് സോണൊക്കെ കാണാം. ഓരോ ഭാഗത്തും സൂര്യപ്രകാശം എത്തുന്നത് എത്ര ആഴം വരെയാണ് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്ന് അറിഞ്ഞു വെക്കണം എന്താണ് ഏതെത്ര അടിയിലാണെന്ന്. അപ്പോൾ യൂഫോട്ടിക് മേഖലയിലാണ് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നത്. കുറേ ജീവികളെ നമുക്ക് കാണാൻ പറ്റുന്നത്. എഫോട്ടിക് സോണിൽ എന്തില്ല? പ്രകാശ ലഭ്യത കുറവാണ്. അവിടെ പ്രകാശ സംശ്ലേഷണമൊന്നും നടക്കില്ല. അവിടെ രാസസംശ്ലേഷണം, കീമോസിന്തറ്റിക് ആയിട്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. സസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, നമുക്ക് ഫുഡ് തരുന്നത് സസ്യങ്ങളാണ്. എന്നാൽ ദേ ഹാവ് മെനി അതർ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലേ. നമ്മൾ പറയുന്ന റബ്ബർ ഇല്ലേ, റബ്ബർ, നമ്മുടെ കാപ്പിയുണ്ട്, പിന്നെ എന്തുണ്ട്? ടീ, നമ്മുടെ തേയിലയുണ്ട്, പിന്നെ എന്തുണ്ട്? കോക്കനട്ട്, നമ്മുടെ തേങ്ങ, ഇതുപോലെ ജൂട്ട് അല്ലേ, ജൂട്ട്, കമുക്, ഇങ്ങനെ പല തരത്തിലുള്ള ഒരു റിസോഴ്സാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റബ്ബർ, ലാറ്റക്സ്, മെഡിസിൻസ്, ബയോ പെസ്റ്റിസൈഡ്സ്, ഡ്രിങ്ക്സ്, കോഫി, ടീക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ പല ഔഷധ സാധനങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സ് നമുക്ക് തരുന്നുണ്ട്. സ്പൈസസ് നമുക്ക് തരുന്നുണ്ട്. അപ്പം ഇത്രയും ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളതും കൂടിയാണ് എന്ത്? നമ്മുടെ പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി സസ്യങ്ങളിൽ തന്നെ വേറൊരു ഗ്രൂപ്പാണെന്ന് മാംഗ്രോവ്സ്, കണ്ടൽക്കാട് എന്ന് പറയുന്നത്. പക്ഷേ ഇവരും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. കാരണം കുറേ ഉപകാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ലിവിങ് ഓർഗാനിസത്തെ, ഇക്കോസിസ്റ്റത്തെ കൺസേർവ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ മാംഗ്രോവ്സ് അല്ലെങ്കിൽ കണ്ടൽക്കാടുകളാണ്. ഈ കണ്ടൽക്കാടുകൾ നമുക്കറിയാം കടലും കരയും അല്ലെങ്കിൽ കടലും കായലും ചേരുന്ന ഭാഗത്താണ് ഈ കണ്ടൽക്കാടുകൾ കാണുക. അപ്പോൾ ബാക്ക് വാട്ടേഴ്സ് ഫൗണ്ട് വെയർ മീറ്റ് വെർ സീ അല്ലേ, സീയും ബാക്ക് വാട്ടേഴ്സും കൂടെ ചേരുന്ന ഭാഗത്താണ് മാംഗ്രോവ്സ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉപ്പ് വെള്ളത്തിലാണ് ഇവർ വളരുക. ഒരു കുറേ 43 ഇനം തന്നെ നമുക്ക് കാണാൻ കഴിയും പല തരത്തിലായിട്ട്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ ഫിഷ് വെൽത്ത്, മത്സ്യത്തിൻ്റെ ഉറവിടം, നല്ല രീതിയിലുള്ള മത്സ്യസമ്പത്ത് ഉണ്ടാകുന്നുണ്ട്. ജൈവ വൈവിധ്യം, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആണ്. അതുപോലെ കൺസേർവ് ചെയ്യും, കോസ്റ്റൽ സോയിലിനെ കൺസേർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഗ്ലോബൽ വാർമിങ്ങിനെ ഡിഫെൻഡ് ചെയ്യുന്നു, സുനാമിനെ പ്രതിരോധിക്കുന്നു. ഇത്തരത്തിൽ കുറേ മെറിറ്റ്സ് ആണ്, അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ കണ്ടൽക്കാടുകളിൽ ഉള്ളത്. അപ്പം നേച്ചറിനാണെങ്കിലും എല്ലാ ഓർഗാനിസത്തിനെയും
കൺസേർവ് ചെയ്യാനാണെങ്കിലും കണ്ടൽക്കാടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഓഷ്യൻ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതും കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനും ഒക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് അവിടെ ഒരു കല്ലൽ പൊക്കടനെ കുറിച്ച് പഠിക്കാറുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി കൂടുതൽ നാൾ അതിനു വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ് എന്താ നമ്മുടെ കണ്ടൽ പൊക്കടൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. സോ ഹി വാസ് ദ എൻവയോൺമെൻറ്റലിസ്റ്റ്. അദ്ദേഹം എന്ത് ചെയ്തു, മാംഗ്രോവ്സിനെ സംരക്ഷിക്കാനും കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം സൊസൈറ്റിയിലേക്ക് കൊടുക്കാനും മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സസ്യങ്ങൾ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകരാണ്, പ്ലാൻ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ഈ ഒരു ടോപ്പിക്കിൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്കിന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരും. അപ്പം മാംഗ്രോവ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതല്ലാതെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, എൻവയോൺമെൻറ്റൽ സപ്പോർട്ട്, നമ്മുടെ ഫുഡ് റിസോഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ യൂസസും നിങ്ങൾ പ്ലാന്റ്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ 1ാം ചാപ്റ്റർ 2 ലൈഫ് പ്രോസസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇക്കണോമിക് ഇമ്പോർട്ടൻസും ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുക, ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ബയോസ്ഫിയറിലെ ഏറ്റവും പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയാനുള്ള കാര്യം. ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ എന്നിങ്ങനെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നു, ഇക്കണോമിക് ഇമ്പോർട്ടൻസ് വഴി കിട്ടുന്നു. പരിസ്ഥിതിക പ്രാധാന്യം നമ്മൾ പറഞ്ഞു, നമ്മുടെ മാംഗ്രൂവ്സ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള ഈ റൂട്ട്സും ഫോറസ്റ്റ് ഒക്കെയാണ് നമ്മുടെ ബോഡീനെ നാച്ചുറൽ കലാമിറ്റീസും നമ്മളെ കൺസേർവ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ യൂസസും കൂടെ പഠിച്ചു വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 1ാം പാഠത്തിലുള്ളത്. അപ്പം മൊത്തം കാര്യങ്ങളാണ് നമ്മൾ വളരെ ഷോർട്ടാക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ കൂടെ ഓരോ പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ ഇതിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് പഠിക്കാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, കാണാം, പഠിക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആയിട്ട് മാറുന്നത്, വൈ ഡു ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്, അതിൻ്റെ ഒരു ഉത്തരം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയണം. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനി വീഡിയോസ് വേണ്ടത്, ഇനി ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാത്തുണ്ടോ, അല്ലെങ്കിൽ എവിടെയും ഡൗട്ട് ഉള്ളതുണ്ടോ, അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. നമ്മൾ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. ദെൻ ബൈ, സീ യു മക്കളെ.